ഗൈസ് വെൽക്കം ടു എജുഗ്ലോ. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ കേരള റാങ്ക് അറിഞ്ഞിട്ടിരിക്കുന്ന ഒരു ഇതാണ്. ഇനി നിങ്ങൾക്ക് എവിടെ കിട്ടും, ഏത് കോളേജ് അല്ലെങ്കിൽ ഏത് കോഴ്സ്, ഏത് കാറ്റഗറിയുടെ അണ്ടറിൽ നിങ്ങൾ കുറേ ഡൗട്ട്സ് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അവർക്കൊക്കെ റിപ്ലൈ ആയിട്ടുള്ള ഒറ്റ വീഡിയോ ആണത്. ഞാൻ പരമാവധി എല്ലാവർക്കും റിപ്ലൈ കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒറ്റ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടുമെന്ന് ഞാൻ ഉറപ്പിച്ച് പറഞ്ഞു തരാം. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൻ്റെ കാര്യമാണ് പറയാൻ പോണത്. സെൽഫ് ഫിനാൻസിൻ്റെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ സെൽഫ് ഫിനാൻസിൻ്റെ ചെയ്യുന്നതാണ്. തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് 2025 നിങ്ങൾക്ക് തന്നെ കണ്ടറിയാം. 2025 തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽ ആണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഏകദേശം കുറേ ആൾക്കാർ മെസ്സേജ് ചോദിച്ചു 2000 സംതിങ് ആണ് കേരള റാങ്ക് എനിക്ക് കിട്ടുമോ. അപ്പോൾ അവരോടൊക്കെ എനിക്ക് പറയാൻ നിങ്ങൾക്ക് ചാൻസ് ഉണ്ട്. നിങ്ങളുടെ കാറ്റഗറിക്ക് അനുസരിച്ച് നിങ്ങളുടെ കിട്ടേണ്ട ചാൻസ് മാറും. ഇപ്പോൾ MUൻ്റെ അണ്ടറിലാണെങ്കിൽ 2000+ ചാൻസ് ഉണ്ട്. വയനാട് കുറേ കോളേജിൽ ചാൻസ് ഉണ്ട്. അങ്ങനെ ഓരോ കാറ്റഗറി. പക്ഷേ EZ ആണെങ്കിൽ വേറെ മാറ്റം വരും, LA ആണെങ്കിൽ വേറെ മാറ്റം വരും, BH ആണെങ്കിൽ വേറെ മാറ്റം വരും. അപ്പോൾ അതൊക്കെ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് ഏതൊക്കെ കാറ്റഗറീസിൽ ലാസ്റ്റ് ഓരോ നിങ്ങൾക്ക് ചിലർ മെസ്സേജ് ചോദിക്കണം ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കിട്ടുമോ, കോഴിക്കോട് കിട്ടും. അപ്പോൾ അതിന് ഓരോ കോളേജസിൻ്റെ ലാസ്റ്റ് ഇയർ ഓരോ കാറ്റഗറീസിൻ്റെ അണ്ടറിലില്ല ഫുൾ ഡീറ്റെയിൽസ് ആണ് പറയുന്നത്. അതിൽ നിന്ന് ഈ ഇയർ എന്തൊക്കെ ചേഞ്ച് ഉണ്ടാവും അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതാണ്. അപ്പോൾ ആദ്യം നോക്കുകയാണെങ്കിൽ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ആലപ്പുഴയുടെ കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ഇത്രയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് നിങ്ങൾക്ക് കണ്ടറിയാം. ഇത്രയും ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് ആണ്, 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസ് പറഞ്ഞാൽ. അപ്പോൾ ആലപ്പുഴ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ SM എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ജനറൽ എയർ ആണ്. പിന്നെ നിങ്ങളുടെ ഇപ്പോൾ പറയുകയാണെങ്കിൽ MCCൻ്റെ അണ്ടറിലാവുമ്പോൾ നമ്മൾ OBC NC വെച്ചിട്ടാണ് നോക്കുക. ഓക്കെ, ഈ കേരളത്തിൻ്റെ അണ്ടറിലാവുമ്പോൾ ഈ OBCയുടെ അണ്ടറിൽ വരുന്ന കാറ്റഗറീസ് ഇപ്പോൾ MU EZ അതാണ് നിങ്ങളുടെ കാറ്റഗറി. പക്ഷേ ഓൾ ഇന്ത്യ നോക്കുമ്പോൾ നിങ്ങളുടെ OBC NC മാത്രമേ കൺസിഡർ ചെയ്യുള്ളൂ. ഓക്കെ, ഇനി അടുത്ത ആലപ്പുഴത്തെ കാര്യം നോക്കുകയാണെങ്കിൽ സ്റ്റേറ്റ് മെറിറ്റിൽ 857, EZ 1026, MU 1003, BH 1242, LA 2103, DV 5062, VK 1392, BX 1495, KNE 7817, KU 8753, SC 10163, ST 20723, EW 17053. അപ്പോൾ ഇതിനൊക്കെ പറയാനുള്ളത് ഇപ്പോൾ MUവിൽ നിങ്ങളൊരു 800 കേരള റാങ്ക് വരുന്ന ഒരാൾക്ക് മെസ്സേജ് ചെയ്ത് 800 ആണ് കേരള റാങ്ക് എവിടെയാണ് ടോപ്പ് കോളേജ് കിട്ടുക. അപ്പോൾ അവരോടൊക്കെ പറയാനുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങളുടെ കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ കമൻറ്റ് ചെയ്യുമ്പോൾ പലരും കാറ്റഗറി കമൻറ്റ് ചെയ്യണില്ല. അപ്പോൾ അവരൊക്കെ പറയാം ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടാൽ നിങ്ങളുടെ കാറ്റഗറി അണ്ടറിൽ ഓരോ കോളേജസിൽ ലാസ്റ്റ് എത്രയും കയറിയിരിക്കുന്നത്. അപ്പോൾ ഇതിൽ MUൻ്റെ അണ്ടറിൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 900 ആണ് കുട്ടിയുടെ കേരള റാങ്കിൽ. ആ കുട്ടിക്ക് ഉറപ്പായിട്ട് എവിടെ കിട്ടും, ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കിട്ടും. എവിടെ നമ്മളിത് നോക്കിയില്ലെങ്കിൽ അതേപോലെ ഓരോ കോളേജിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാൻ പോവാണ്. ഞാൻ അടുത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളം നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ 904 ആണ്, EZ 1161, MUവിൽ 1101, BH 1364, LA 2189, DV 4817, VK 1439, BX 1602, KNE 7990, KU 15753, SC 11164, ST 19298 ആൻഡ് EW 19043. ഇപ്പോൾ നിങ്ങൾക്ക് ഈ രണ്ട് കോളേജ് നോക്കിയാൽ തന്നെ അത്യാവശ്യം നല്ല ചേഞ്ചസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ നോക്കി നോക്ക്, ആലപ്പുഴ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MUവിൽ കയറിയിരിക്കുന്നത് 1003 ആണെങ്കിൽ എറണാകുളം ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ MUവിൽ കയറിയിരിക്കുന്നത് 1101. അപ്പോൾ ഒരു 1000 റാങ്കിലൊരു കുട്ടിക്ക് ഇപ്പോൾ കേരള റാങ്ക് 1000 ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് എവിടെ ചാൻസ് ഉണ്ട്, ആലപ്പുഴയിലും ചാൻസ് ഉണ്ട്, എറണാകുളത്ത് ചാൻസ് ഉണ്ട്. പക്ഷേ ആലപ്പുഴയിൽ കഴിഞ്ഞ അടുത്ത് റാങ്ക് പറയുന്നത് 1003 ആണ്. അപ്പോൾ ആ ഒരു ചാൻസിൻ്റെ മാറ്റം, ആ 3 സീറ്റിൻ്റെ ചാൻസിൻ്റെ മാറ്റമുണ്ട്. പക്ഷേ നിങ്ങൾക്ക് എവിടെ ഉറപ്പിക്കുക, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് എറണാകുളത്ത് നിങ്ങൾക്ക് എന്തായാലും കിട്ടും. കാരണം തേർഡ് അലോട്ട്മെൻറ്റ് ഉണ്ട്, ഫസ്റ്റോ സെക്കൻഡോ എന്നല്ല, തേർഡ് അലോട്ട്മെൻറ്റ് ലാസ്റ്റ് ഇയർ 2025 കയറി ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അപ്പോൾ ഞാൻ ഏകദേശം MUവിനെ വെച്ചിട്ട് ബാക്കി കോളേജസിൻ്റെ കാര്യങ്ങളൊക്കെ കമ്പയർ ചെയ്തിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ഇനി അടുത്ത ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് ഇടുക്കി നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റ് ആവുന്നതിന് അവിടുത്തെ തേർഡ് അലോട്ട്മെൻറ്റിൽ അവിടുത്തെ സീറ്റ് ഫിൽ ആയിരിക്കണം. അതാണ് സ്റ്റേറ്റ് മെറിറ്റിൽ വാക്കൻ്റ് ആയി കിടക്കുന്നത്. അടുത്ത EZ നോക്കുമ്പോൾ 2362, MUവിൽ 2373, BH 2328, LA 3296, DV 6307, VK 2556, BX 2674, KN 9811, KU 20214, SC 15439, ST 20938 ആൻഡ് EW 2842. ഇപ്പോൾ ഇതിലൊരാൾ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ അവരുടെ ഒക്കെ റിപ്ലൈ ഞാൻ അതിൽ പറയുന്നത് SC 14,000 സംതിങ് ആണ് ആ കുട്ടിയുടെ റാങ്ക്. അപ്പോൾ ആ കുട്ടിക്ക് എന്ത് ചെയ്യുക, തേർഡ് അലോട്ട്മെൻറ്റിൽ പോയി നോക്കിയാൽ SC ഇടുക്കി കോളേജിൽ SC എവിടെ എത്ര കയറിയിരിക്കണം, 15439 വരെ കയറിയിരിക്കണം. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നിങ്ങളുടെ 14,000 റാങ്ക് എന്തായാലും കയറുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കൗൺസിലിങ്ങിന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നോക്കുക. പിന്നെ ഇയർ വൈസ് എന്തെങ്കിലും ഒരു ചെറിയ വേരിയേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വരിക എന്നല്ലാണ്ട് എന്നാലും 14,000 SC എന്തായാലും ലാസ്റ്റിൽ ഇടുക്കി കയറുന്നുണ്ടാവും. ഓക്കെ, ആ കുട്ടി എനിക്ക് മെസ്സേജ് ചോദിച്ചത് പ്രൈവറ്റിൽ കിട്ടുമെന്നാണ്. പക്ഷേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ ഇയർ കേരള റാങ്ക് SC 15,439 ഇടുക്കിയിൽ കയറിയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും 14,000 റാങ്ക് വെച്ചിട്ട് എവിടെ കയറാം, കേരളത്തിൻ്റെ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കയറാം. അപ്പോൾ ഈ 3 കോളേജ് കമ്പയർ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട അത്യാവശ്യം ചേഞ്ചസ് ഉണ്ട്. ഇപ്പോൾ MUവിൽ നോക്കുകയാണെങ്കിൽ ആലപ്പുഴയിൽ 1003 ആണെങ്കിൽ എറണാകുളത്ത് 1101 ആണ്, ഇടുക്കി നോക്കുമ്പോൾ 2373. അപ്പോൾ ഒരു 2000 റാങ്കിൽ ഒരു കുട്ടി കേരളത്തിൽ കിട്ടൂല നമുക്ക് പറയാൻ പറ്റും, ഒരിക്കലും പറ്റില്ല. കാരണം ആ കുട്ടി എവിടെ കയറിയെങ്കിലും ഇടുക്കിയിൽ കയറിക്കണമെങ്കിൽ അതേപോലെ കുറേ കോളേജിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. ഇപ്പോൾ നമ്മൾ ആകെ 3 എണ്ണത്തിനെ നോക്കിയിട്ട് ഞാൻ അടുത്ത് നോക്കുമ്പോൾ കോഴിക്കോട് എല്ലാവരുടെയും
ഒരു ഡ്രീം കോളേജായുള്ള കോഴിക്കോടിനെ നോക്കുമ്പോൾ സ്റ്റേറ്റ് മെറിറ്റിൽ കമ്പാരിറ്റീവ്ലി ബാക്കിയുള്ളവർക്ക് കമ്പയർ ചെയ്യുമ്പോൾ ലേശം കൂടി കോമ്പറ്റീഷൻ കൂടിയൊരു കോളേജാണ് ഇത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അപ്പോൾ അവിടെ നോക്കുമ്പോൾ SMൽ കയറിക്കണ 234 EZൽ 475. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ ഇതുവരെ ഉണ്ടായിരുന്നു നോക്കുക 1000+ ആയിട്ട് പോയിരുന്ന സ്ഥലത്തൊക്കെ EZൽ കോഴിക്കോട് 475 500+ ആയിട്ടും കൂടി പോയിട്ടില്ല. ഈ MU നോക്കുമ്പോൾ ഇതാ 280 അവിടെയും 1000+ ആയിട്ട് പോയിരുന്ന സ്ഥലത്ത് കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് 280 അവിടെ നിൽക്കണം കേരള റാങ്ക്. അടുത്ത BH 529, LA 1020, DV 3098, VK 583, BX 1149, KN 4225, KU 7188, SC 5623. ഇപ്പോൾ ഇത്രയും 4 കോളേജിൽ നോക്കിയാൽ SC 10,000+ പോയിരുന്ന സ്ഥലത്ത് നമ്മുടെ കോഴിക്കോട് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ 5623, ST 11,656, EW 1104. അപ്പോൾ ഇത് നിങ്ങൾക്ക് പറയാമല്ലോ എന്താ വെച്ചാൽ നിങ്ങൾ ചോയ്സ് ഫില്ലിങ് ടൈം കഴിഞ്ഞ് അലോട്ട്മെൻറ്റ് ടൈമിന് ആവാനായി നിങ്ങൾ ചോയ്സ് ഫില്ല് ചെയ്യുമ്പോൾ നിങ്ങളെ ഏറ്റവും ഡ്രീം കോളേജ് തന്നെ ഫസ്റ്റ് കൊടുക്കുക. എപ്പോഴും ഡ്രീം കോളേജ് ഫസ്റ്റ് കൊടുക്കുക. സെക്കൻഡ് നിങ്ങൾക്ക് ഒരു 50-50. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ ഏകദേശം ഒരു 500 റാങ്കിലെ കുട്ടി EZൻ്റെ അണ്ടറിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജ് കിട്ടണമെങ്കിൽ ആ കുട്ടി കൊടുക്കുക. ബിക്കോസ് കഴിഞ്ഞ ഒരു 475 കയറിയിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ചാൻസ് ഉണ്ടാവുക. പക്ഷേ ആ കുട്ടി കൊടുക്കുക കോളേജിൽ ആ ചാൻസിന് കൊടുക്കുക. ഒരു 50-50 ചാൻസ് സെക്കൻഡ് ആയിട്ട് കൊടുക്കുക. സേഫർ ഓപ്ഷൻ ലാസ്റ്റിക്ക് വെക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ സേഫർ ഓപ്ഷൻ ഫസ്റ്റ് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് അത്രയും ഇഷ്ടമുള്ള കോളേജാണെങ്കിൽ ഫസ്റ്റ് കൊടുക്കുക. പക്ഷേ എല്ലാം നിങ്ങൾക്ക് കുഴപ്പമില്ല കിട്ടിയ എന്ന് വെച്ചാൽ എവിടെയും കിട്ടിയില്ലെങ്കിൽ പോകാനൊരു ഓപ്ഷൻ പോലെ സേഫർ ഓപ്ഷൻസിനെ ബാക്കിക്കായിട്ട് മാറ്റി വെക്കുക. ഓക്കെ, ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് കൊല്ലത്ത് ഗവൺമെൻറ് മെഡിക്കൽ കോളേജാണ്. അവിടെ സ്റ്റേറ്റ് മെറിറ്റിൽ 852, EZ 1307, MU 1302, BH 1341, LA 2496, DV 5454, VK 1819, BX 2039, KN 8828, KOയുടെ ഫില്ലായി, SC 10,661, ST 20,179, EW 2291. പക്ഷേ അത് വിചാരിച്ച് ഈ സെയിം റാങ്കിന് ഇയർ കയറുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഇയർ വൈസ് കുറച്ച് വേരിയേഷൻസ് ഉണ്ടാവും. എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു റാങ്കിലൊരു കുട്ടിയാണെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം കേരളത്തിൽ കിട്ടുന്നൊരു കോൺഫിഡൻസിലിരിക്കുക. പക്ഷേ കറക്റ്റ് റാങ്ക് ഞാൻ പറയില്ല. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ 475 കറക്റ്റ് ഇയർ 475 എന്താ പറയുക EZ കോഴിക്കോട് കയറും തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് പ്ലസ് ഓർ മൈനസ് വരാം. ഇത് കഴിഞ്ഞ ഇയറിൻ്റെ കാര്യമാണ്. ഈ ഇയർ കമ്പാരിറ്റീവ്ലി റീനീറ്റ് ആയപ്പോൾ കുറേ കുട്ടികൾ കേരളത്തിൽ കുട്ടികൾ റീനീറ്റ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടും കേരള റാങ്ക് ഇപ്പോൾ കുറേ ആൾക്കാർ കമൻറ്റ് ബോക്സിലൊക്കെ വന്ന് ചോദിച്ചിരുന്നു 562 സ്കോറില്ലതിന് വല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അവരോടൊക്കെ ഞാൻ പറഞ്ഞിരുന്നത് ബോർഡർ ലൈൻ സ്കോറാണ്, ചാൻസ് ഇല്ല, അങ്ങനെയൊക്കെയാണ് ഞാൻ പറഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ പറയാമെന്ന് വെച്ചാൽ 562 സ്കോർ എന്ന് പറയുന്നത് കേരള റാങ്ക് വന്നിട്ട് 2000 സംതിങ് ആണ്. 2000 സംതിങ് ഞാൻ അപ്പോൾ ഓൾറെഡി പറയും നിങ്ങൾക്ക് എവിടെയൊക്കെ ചാൻസ് ഉണ്ട്. ഇടുക്കി, കാസർഗോഡ്, അതേപോലെ വയനാടൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ 562 ഒരിക്കലും ബാഡ് സ്കോറായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് ഈ വർഷത്തെ കേരള റാങ്ക് കുറച്ച് താഴോട്ടായിട്ട് വന്നിട്ടുണ്ട്. 562 നമ്മൾ കയറൂല എന്ന് പറഞ്ഞിരുന്നത്. എന്ന് വെച്ചാൽ ഒരു ബോർഡർ ലൈനാണ്. നമുക്കൊരു 50-50 ചാൻസ് എന്നാണ് പറഞ്ഞത്. 2000 സംതിങ് ആണ് 562ൻ്റെ റാങ്ക് എന്നാണ് എൻ്റെ ഒരു കറക്റ്റ് ഇതിൽ തോന്നുന്നത്. അപ്പോൾ അതിൽ നോക്കുമ്പോൾ ആദ്യം അവരോടൊക്കെ പറഞ്ഞത് കാരണം നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ ഇരുന്നത്. പക്ഷേ ഈ ഇയർ എന്താ 2000 സംതിങ് വരുന്ന ഒരു കഴിഞ്ഞ ഇയർ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൽ നോക്കുമ്പോൾ 2000+ വന്നവർക്കും കാറ്റഗറിനെ ബേസ് ചെയ്തിട്ട് എല്ലാതും നിങ്ങളുടെ കാറ്റഗറിനെ ബേസ് ചെയ്തിട്ട്. അപ്പോൾ 2000 സംതിങ് വരുന്ന SME ജനറലാർക്കാണെങ്കിൽ കേരളത്തിൽ സീറ്റ് കിട്ടില്ല. ബിക്കോസ് 2000 സംതിങ് ഒരിക്കലും കിട്ടില്ല. പക്ഷേ നിങ്ങൾ MUലോ BHലോ അല്ലെങ്കിൽ DVൻ്റെ ഒക്കെ അണ്ടറിലാണെങ്കിൽ 2000 സംതിങ് നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് റാങ്കാണ്. ഓക്കെ, ഇനി അടുത്ത പറയാനാണെങ്കിൽ കണ്ണൂരത്തെയാണ് പറയുന്നത്. കണ്ണൂരത്ത് സ്റ്റേറ്റ് മെറിറ്റിൽ 902, EZ 1172, MU 1110, BH 1154, LA 2485, DV 5400, VK 1536, BX 1724, KN 8315, KE 16,743, SC 10,321, ST 22,920 ആൻഡ് EW 2,186. ഇതാണ് കണ്ണൂരത്തെ. അടുത്ത കാസർഗോഡ് വരുമ്പോൾ SMലില്ല. അടുത്ത EZൽ 2,409, MU 2,394, BH 2,916, LA 3,689, DV 7,450. ഇപ്പോൾ DVക്കാർക്ക് നോക്കുകയാണെങ്കിൽ ഇതിൽ വന്ന ഏറ്റവും ടോപ്പാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് 7,450, VK 3,104, SC 15,624. അപ്പോൾ എനിക്ക് 14,000 പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്ത കുട്ടീനോട് പറയാല് 15,000 കഴിഞ്ഞ കയറി ഇടുക്കിയിലും കയറിക്കണം, കാസർഗോഡും കയറിക്കണം. അപ്പോൾ ഇതിൽ നിങ്ങളുടെ സ്കോർ നോക്കാം. പക്ഷേ അത് വിചാരിച്ച് സിയിൽ മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ MCCയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. പക്ഷേ കഴിഞ്ഞ ഇയർ നിങ്ങൾക്കാട്ടി മോളിൽ കിടക്കുന്ന റാങ്ക് കയറിയിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളെ റാങ്കിന് ചാൻസ് ഉണ്ട് കേട്ടോ. അടുത്ത ST പറയുകയാണെങ്കിൽ 24,479 ആൻഡ് EW 3,467. അപ്പോൾ ഇത്രയും കോളേജസ് നമ്മൾ നോക്കി. ഇനി അടുത്തത് കോട്ടയാണ്. കോട്ടയത്ത് സ്റ്റേറ്റ് മെറിറ്റ് 594, EZ 815, MU 673, BH 799, LA 1200, DV 3887, VK 820, BX 1351, KN 6247, KU 14,879,
SC 9773, ST 17817, EW 1496. ഇത് കോട്ടയത്തെ കാര്യമാണ്. അപ്പോൾ ഇപ്പോൾ കമ്പാരിറ്റീവ്ലി കോഴിക്കോടിനെ കഴിഞ്ഞിട്ട് ഏറ്റവും കോമ്പറ്റീഷൻ കൂടിയത് ഇപ്പോൾ കോട്ടയത്താണ്. ഇതുവരെ നോക്കിയതിൽ ഇനി ബാക്കി കോമ്പറ്റീഷൻ കൂടുന്ന കാരണം കോട്ടയത്ത് ഇപ്പോൾ നമ്മൾ കോഴിക്കോട് നേരത്തെ നോക്കിയപ്പോൾ SMൽ 234 ആണെങ്കിൽ കോട്ടയത്ത് 594 കാണിച്ചിരിക്കുന്നത്. ഓക്കെ ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവേണ്ട വിചാരിച്ചിട്ടാണ് ഞാൻ ക്ലിയർ ചെയ്തത്. ഇനി അടുത്ത് നമ്മൾ കോട്ടയം വരെ നോക്കി. ഇനി മഞ്ചേരി നോക്കുമ്പോൾ SMൽ 842 വരുന്നത്. SMൽ 842. ഓക്കെ അപ്പോൾ മുകളിലത്തെ ഇത് കാണാനില്ലല്ലേ. ഓക്കെ ഒരു മിനിറ്റ്. ഓക്കെ SMൽ 842, EZൽ 1213, MUൽ 907, BHൽ 1359, LA 2420, DV 5541, BK 1908, BXൽ 1794, KNൽ 8088, KU 16959, SC 11404, ST 21411, EW 2118. ഇതാണ് മഞ്ചേരിത്തെ. ഇനി അടുത്ത് നമ്മൾ നോക്കുകയാണെങ്കിൽ പാലക്കാടാണ്. പാലക്കാട് SMൽ കാണിക്കുന്നില്ല. EZ 1689, MU 1580, LA 2573, SC 15239, ST 22753, EW 2709. ഇപ്പോൾ ഈ എന്താ പറയുക MT ആയി എടുക്കുന്ന സ്ഥലത്ത് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അത് ഞാൻ വേണമെങ്കിൽ നോക്കിയിട്ട് പറഞ്ഞുതരാം. ഇത് നമ്മൾ ലാസ്റ്റ് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ടാണ് അവിടെ വേക്കൻ്റ് ആയിട്ട് കിടക്കുന്നത്. സെക്കൻഡിൽ അവിടെ ലാസ്റ്റ് ഫില്ല് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലാസ്റ്റ് എത്ര കയറി, സെക്കൻഡിൽ എത്ര കയറി, അതൊക്കെ സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ ചെയ്യാട്ടോ. ഇതിനപ്പോൾ ഓവറോൾ ഇത്ര സ്കോർ ഇല്ലവർക്ക് തേർഡ് ഫേസ് വരെ കിട്ടിയെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ ഏകദേശം നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പോൾ ഈ ഒരു സ്കോറിന് കിട്ടുന്ന ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തിട്ടോ. ഓക്കെ ഇങ്ങനത്തെ പത്തനംതിട്ട നോക്കുമ്പോൾ SMൽ ഇല്ല. EZൽ 1797, MU 2100, BH 1892, LA 2604, DV 6514, VK 2332, BX 2396, KN 8873, KU 19105, SC 12463, ST 24871, EW 2689. ഇത് നമ്മൾ പറഞ്ഞത് പത്തനംതിട്ട കോളേജത്തെയാണ്. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ കോഴിക്കോടൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഒരു കോമ്പറ്റീഷൻ വരുന്ന ഒരു കോളേജാണ് കോഴിക്കോട്. അതുപോലെ കോട്ടയം, തൃശ്ശൂർ, അതേപോലെ ട്രിവാൻഡ്രം കുറച്ച് കോമ്പറ്റീഷൻ വരുന്ന കോളേജസ് ആണ്. ഇനി അവിടെ നോക്കുമ്പോൾ SMൽ 553, EZൽ 794, MU 603, BH 849, LA 1934, DV 4531, VK 1223, BX 1421, KN 6595, KU 10556, SC 8673, ST 18453, EW 1746. ഇനി അടുത്ത് നമ്മൾ നോക്കുന്നത് ഇനി ലാസ്റ്റ് 2 ഗവൺമെൻറ് കോളേജും കൂടിയുള്ളൂ. ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് തിരുവനന്തപുരം, അതുപോലെ വയനാട്. അപ്പോൾ ട്രിവാൻഡ്രത്ത് നോക്കുമ്പോൾ SMൽ 370, EZ 611, MU 450, BH 690, LA 789, DV 3297, VK 790, BX 502, KN 4808, KU 14155, SC 8701, ST 17277, ആൻഡ് EW 1328. ഇതാണ് കമ്പാരിറ്റീവ്ലി ഇനി ഒരു ഗവൺമെൻറ് മെഡിക്കൽ കോളേജ്. അപ്പോൾ ഇത്രയും കണ്ട സ്ഥിതിക്ക് ഈ 13 ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൻ്റെ നിങ്ങൾക്ക് കണ്ടതിന് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ടാവും. നിങ്ങൾക്ക് എങ്ങനെ ഇത് ഞാൻ ഏറെ ഈ വീഡിയോ ചെയ്യാനുള്ള കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഇത്രയും കാര്യം കണ്ട് നിങ്ങൾക്കൊരു പ്രയോറിറ്റിയോട് സെറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ സ്കോർ ഇപ്പോൾ ഒരു എന്താ പറയുക 1500 കുട്ടിയാണെങ്കിൽ ആ കുട്ടി എന്ത് ചെയ്യുക, ഉറപ്പായിട്ട് ഫസ്റ്റ് കൊടുക്കുന്ന കുട്ടിയുടെ പ്രയോറിറ്റി ഓർഡറിൽ കൊടുക്കാൻ ആ കുട്ടി കേരളത്തിൽ ഉറപ്പായിട്ടും കിട്ടും. ഇനി 2000 ആണെങ്കിൽ തന്നെ 2000 ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ എക്സാമ്പിൾ നമ്മൾ 2000 സംതിങ് പറയാൻ 2000 ഇപ്പോൾ MU കുട്ടിയാണെങ്കിൽ 2000 MUൻ്റെ അണ്ടറിൽ കുട്ടീൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 2000 കുട്ടിക്ക് കേരളത്തിൽ കിട്ടൂല നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം 2373 ഇടുക്കി കയറിയിട്ടുണ്ട്, 2394 എവിടെ കാസർഗോഡ് കയറിയിട്ടുണ്ട്, അതുപോലെ 2388 എവിടെ കയറിയിട്ടുണ്ട്, വയനാട് കയറിയിട്ടുണ്ട്, 2100 എവിടെ കയറിയിട്ടുണ്ട്, പത്തനംതിട്ട കയറിയിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും ആ കുട്ടിക്ക് സീറ്റ് കിട്ടൂല എന്ന് നമ്മളെ കൊണ്ട് പറയാൻ പറ്റില്ല. ഓക്കെ സീറ്റ് ആ കുട്ടിക്ക് കിട്ടുന്നുണ്ടാവും, പക്ഷേ ഇതിന് ഇയർ വൈസ് എന്തെങ്കിലും ഒരു വേരിയേഷൻ മാറ്റം വരുന്നുണ്ടാവും. പക്ഷേ കമ്പാരിറ്റീവ്ലി കഴിഞ്ഞ ഇയറിനെക്കാട്ടി ഇയർ ചാൻസ് ഉണ്ട്. ബിക്കോസ് കാരണം എന്താ പറയുക, ചിലപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു 562 ഒരു കുട്ടി കമൻറ്റ് ചെയ്തപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു ബോർഡർ ലൈനിൽ നിൽക്കണം, നിങ്ങൾക്ക് അറിയുന്നതാണ് 565 പ്ലസ് അല്ലെങ്കിൽ 570 പ്ലസ് ഒക്കെയാണ് കട്ട് ഓഫ് വരുന്നത്. അപ്പോൾ ആ ഒരു ഇതിൽ നോക്കുമ്പോൾ ചാൻസ് കുറവ്. പക്ഷേ ആ കുട്ടിയുടെ കേരള റാങ്ക് വന്നത് 2000 സംതിങ് ആണ്. അപ്പോൾ ആ കുട്ടിക്ക് കേരളത്തിൽ ചാൻസ് ഉണ്ട്. എന്ന് വെച്ചാൽ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് ഒരു വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ ഒപ്പം MCCയും കൊണ്ടുപോകുക എന്നാൽ ഒരു ചാൻസ് കേരളത്തിൽ കിട്ടാൻ ലാസ്റ്റ് അലോട്ട്മെൻറ്റ് വരെ കിട്ടാനൊരു ചാൻസ് കാണുന്നുണ്ട്. ഞാൻ വീണ്ടും പറയേണ്ട ഈ വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളത് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റിനാണ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അല്ല. ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് വേണമെങ്കിൽ നിങ്ങൾ പറയുക, ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുക. ഫസ്റ്റ് ഫേസ് അലോട്ട്മെൻറ്റിൽ ഓരോ കോളേജിൽ എത്ര കയറിയെന്ന് വേണമെങ്കിൽ വീഡിയോ എഡിറ്റ് ചെയ്യുക. ഇത് തേർഡ് ഫേസ് അലോട്ട്മെൻറ്റ് ആണ് കേട്ടോ. ഓക്കെ ഇനി അടുത്ത പറയുകയാണെങ്കിൽ വയനാടിൻ്റെ നമ്മൾ നേരത്തെ തിരുവനന്തപുരം നിർത്തിയതാണ്. വയനാട് നോക്കുമ്പോൾ EZ 2353, MU 2388, വയനാട് 2833, LA 3457, DV 8062, VK 3119, BX 2849,
ഓക്കെ കെ യു 24,407, എസ് സി ഇതാ വീണ്ടും 15,494, എസ് ടി 25,421, ഇ ഡബ്ല്യു 3,229. അപ്പോൾ ഇത്രയും 14 ഗവൺമെൻറ് മെഡിക്കൽ കോളേജസിൻ്റെ കാര്യമാണ്. അപ്പോൾ ഇതിൽ നിങ്ങളുടെ റാങ്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ സേഫ് ആയിട്ടിരിക്കുക, സിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒപ്പം എം സി സി രജിസ്റ്റർ ചെയ്തവരാണെങ്കിൽ എം സി സിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക, സിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. കാരണം സിയിൽ 3rd ഫേസ് അലോട്ട്മെൻറ്റിൽ കയറിയതാണ്. ഫസ്റ്റ് ഫേസിൽ ചിലപ്പോൾ 3 റാങ്കിൽ, ചിലപ്പോൾ ഫസ്റ്റ് ഫേസിൽ 2000 എന്താ റാങ്കിൽ ഒരു കയറിയെന്ന് വരില്ല. പക്ഷേ 3rd ഫേസിൽ കഴിഞ്ഞ കയറിയതുകൊണ്ട് ഈ ഒരു ചാൻസ് ഉണ്ടെന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അല്ലാതെ കറക്റ്റ് 2373 ഇല്ല കുട്ടിക്ക് എവിടെ കിട്ടൂല, കേരളത്തിൽ എം യുയിൽ ഇടുക്കി കിട്ടും എന്ന് എനിക്ക് പറയാൻ പറ്റില്ല. ബിക്കോസ് അതിന് എന്തെങ്കിലും പ്ലസ് ഓർ മൈനസ് ചാൻസ് വരാറുണ്ട്. ഓക്കെ, പക്ഷേ എന്നാൽ ഈ ഒരു റാങ്കിൽ ഒരു സേഫാണ് കേരളത്തിൽ 3rd ഫേസ് അലോട്ട്മെൻറ്റ് വരെ വെയിറ്റ് ചെയ്തിരുന്നാലും. ഓക്കെ, ഇനി ബാക്കി അലോട്ട്മെൻറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയാണ്, അലോട്ട്മെൻറ്റ് പ്രൊസീജിയേഴ്സ്, എം സി സിനെ കമ്പയർ ചെയ്യുമ്പോൾ സിക്ക് കുറേ മാറ്റങ്ങളാണ്. അതിൻ്റെ ഒക്കെ വീഡിയോ നമ്മുടെ ചാനലിൽ ഇനി ബാക്കി നോട്ടിഫിക്കേഷൻസ് ഒക്കെ വരുമ്പോൾ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇനി നിങ്ങൾക്ക് സെൽഫ് ഫിനാൻസിൻ്റെ ഇതേപോലെ ലാസ്റ്റ് ഇയർ കട്ട് ഓഫ്, അതേപോലെ ബി ഡി എസ്, ആയുഷ്, വേറെ ഏതെങ്കിലും കട്ട് ഓഫ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നത്. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഓക്കെ, അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.